അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മളിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണ്. ജോലിക്ക് വേണ്ടി ഒരാളടുത്ത് അപേക്ഷയുമായി പോവുക, അല്ലെങ്കിൽ ഇന്റർവ്യൂ പങ്കെടുക്കാൻ പോവുക. അങ്ങനെ ഒരാളടുത്ത് എനിക്ക് ജോലി തരണമെന്ന് പറഞ്ഞ് നമ്മളൊരു ആവശ്യം പറഞ്ഞ് ഒരാളെ സമീപിക്കുക. ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്കൊരു പരാജയം സംഭവിക്കുക എന്നുള്ളത്, ചിലപ്പോൾ നമ്മുടെ സംസാരം കൊണ്ട് പരാജയം വന്നു പോവാം, ചിലപ്പോൾ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് എന്താവാം അത് പരാജയപ്പെട്ടു പോവാം. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാള് പെണ്ണ് കാണാൻ പോവാം, ഫോട്ടോ കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു, അന്വേഷിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെണ്ണ് കണ്ടപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാതെ ചില വസ്വാസുകളെ കൊണ്ടോ മറ്റൊക്കെ എന്താണെന്ന് അറിയുന്നില്ല, അത് മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥ. പെണ്ണിനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല, മുടങ്ങിപ്പോകുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട്. ഒരാളെ എങ്ങനെ കൺവിൻസ് ചെയ്യണം, അങ്ങനെയൊക്കെ തുടങ്ങിയ ആശങ്കകളുള്ള ആളുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഒരാവശ്യം തേടി നമ്മൾ പോവുകയാണ്. അത് വിവാഹ സംബന്ധമായ വിഷയമാവട്ടെ, അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിഷയമാവട്ടെ, മറ്റു ഒരാളടുത്ത് നമ്മുടെ എന്തൊരാവശ്യം പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്, ആ ആവശ്യം നമുക്ക് നേടിയെടുക്കണം. അപ്പോൾ എന്താവണം, അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കാഴ്ചവെക്കണം. എവിടെയാണെങ്കിലും നമ്മളെ ഇടപെടലുകളും സംസാരവും ഒക്കെയാണ് പൊതുവെ അത്തരക്കാരെ ആകർഷിക്കുകയും നമ്മൾ കാര്യം നേടിയെടുക്കുകയൊക്കെ ചെയ്യാറ്. അപ്പം മഹാന്മാർ പഠിപ്പിക്കുന്ന വലിയൊരു മരുന്നുണ്ട് ഇത്തരം വിഷയങ്ങളിൽ. നമ്മളൊരാളടുത്ത് ജോലി അന്വേഷിച്ച് പോവലാവട്ടെ, മറ്റു വിഷയങ്ങൾക്ക് പോവാവട്ടെ, വലിയ ഫലം ലഭിക്കുന്ന, നമ്മുടെ ആ കാര്യം നമ്മൾ എന്തിനാണോ അവിടെ പോയത് അത് റെഡിയായി കിട്ടുന്ന ഒരു വലിയ ഒരു അമലാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. നീ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ പോകുന്നത്, ആ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു ജോലിക്ക് വേണ്ടി ഒരാളടുത്ത് പോവുകയാണെങ്കിൽ 25 സൂറത്തുൽ യാസീൻ ഓതുക എന്നുള്ളതാണ്. അത് എപ്പോഴാണ് ഓതേണ്ടത്? ആ പോകുന്നതിന് അല്പസമയം മുമ്പ്. നമ്മളൊരു ഓഫീസിലേക്ക് കയറുകയാണെങ്കിൽ, ഇന്റർവ്യൂവിന് വേണ്ടി പോവുകയാണെങ്കിൽ, ഓഫീസ് എത്തുന്നതിന് മുമ്പായിട്ട് 25 യാസീന് ഓതി തീർത്ത് കൊണ്ടുപോയാൽ നിന്റെ കാര്യം ഓക്കെയാണ്, അത് റെഡിയായി കിട്ടും. പോകുന്ന വ്യക്തിയുടെ ഉള്ളിൽ നിന്നെക്കൊള്ള ഒരു പിരിശം, ഒരു മഹബത്ത് ഉണ്ടാവുകയും അത് കാരണം നിനക്ക് നിന്റെ ഹാജത്ത് വീടിക്കിട്ടുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു മാർഗം, ഈ യാസീന് ഇത് നമുക്ക് ജോലി പോലെയുള്ള വിഷയങ്ങളിൽ ഉപയോഗപ്പെടുത്താമെങ്കിൽ, വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ മറ്റൊരു ആവശ്യങ്ങൾ തേടിക്കൊണ്ടുള്ള കാര്യത്തിനൊക്കെ പുറപ്പെടുമ്പോൾ ഈ പറയുന്ന ആയത്ത് പഠിച്ചു വെക്കുക. ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹി യുതീഹി മൻ യശാഉ വല്ലാഹു വാസിഉൻ അലീം എന്ന് തുടങ്ങുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ ആയത്ത് ചൊല്ലിയിട്ടാണോ നമ്മൾ പോകുന്നത്, ആ ചൊല്ലുന്നതോടുകൂടെ തന്നെ അത് എഴുതാൻ അറിയുന്ന, അറബി എഴുതാൻ അറിയുന്ന ആളെ കൊണ്ട് ആ ഒരു ആയത്ത് എഴുതിച്ചിട്ട് നല്ല വൃത്തിയുള്ള കടലാസിൽ ഏതെങ്കിലും ഉസ്താദുമാരെ കൊണ്ടോ തങ്ങന്മാരെ കൊണ്ടൊക്കെ എഴുതിച്ചെന്താവുക, അല്ലെങ്കിൽ പനിനീരിന്റെ കുങ്കുമമഷി എടുത്ത് എഴുതിയിട്ടോ അങ്ങനെ നല്ല വൃത്തിയുള്ളൊരു കടലാസിൽ ആയത്ത് എഴുതിയിട്ട് അത് മടക്കി നമ്മൾ ചുമന്നു കൊണ്ടുപോയാൽ, ചുമന്നത് നമ്മൾ പോക്കറ്റിലോ കേശയിലോ വെച്ച് കൊണ്ടുപോയാൽ, നമ്മൾ പോകുന്ന കാര്യം എന്താണോ, വിവാഹ വിഷയമാണോ ജോലി വിഷയമാണോ, അത് ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഖൈറാണെങ്കിൽ അതെന്താവും, നമ്മൾ പോകുന്ന ആ ആവശ്യം പറയുന്ന വ്യക്തിക്ക് അവരുടെ ഉള്ളിൽ നമ്മളെ തൊട്ടൊരു പിരിശം വരികയും വലിയൊരു മഹബത്ത് ഉണ്ടാകുകയും അത് മുഖേന നമ്മുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല റാഹത്തിലാക്കി തരികയും എന്ന് ഒരുപാട് മഹാന്മാർ പരീക്ഷിച്ചറിഞ്ഞ വിജയമെന്ന് രേഖപ്പെടുത്തിയ അമലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു അകറ്റി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.